സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവും ദൈവസഭയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ 72-74 ക്ലാസ്സുകളോളം ഈ സബ്ജക്റ്റ് യൂട്യൂബിലിട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇടാത്തതായിട്ടുള്ള ചില ക്ലാസ്സുകളുണ്ടായിരുന്നു. അത് ഷോർട്ട് മെസ്സേജസ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പബ്ലിക്കിനായിട്ട് കൊടുക്കാനുള്ള മെസ്സേജ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസനങ്ങളും ചിലപ്പോൾ പ്രബോധനങ്ങളും ചിലപ്പോൾ ചില ശാസനങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം തന്നെ സഭയ്ക്കകത്തുണ്ട്. ഒരുവനെ പെർഫെക്റ്റായിട്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിർത്തണമെങ്കിൽ പ്രബോധനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ശാസനങ്ങളുണ്ട്, തർച്ചനങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് നമ്മളൊരു നിർത്താൻ പറ്റുന്നത്. ഇനിയോ ഇന്ന് നമുക്കൊരു പ്രത്യേക ഒരു മെസ്സേജാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. നേരത്തെ പ്രിപ്പയർ ചെയ്ത മെസ്സേജ് ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ഇതിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്നവർ, ലൈവായിട്ട് കേൾക്കുന്നവരോ അല്ലെങ്കിൽ ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ആരെങ്കിലും ഇത് ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബുദ്ധിയുടെ ഒരു പ്രമാണമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്ന എന്നിലും കേൾക്കുന്നവരിനും ഒരേപോലെ പ്രവർത്തിക്കത്തക്ക വേണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിത്യനാലോചനയ്ക്കായ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പൂർണ്ണ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുന്നവനായ യോഹന്നാന്റെ മുമ്പിൽ ഇപ്പൊ വന്നു നിൽക്കുന്നത് ക്രിസ്തു തന്നെയാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം 40:3 വരുവാനുള്ളവരുടെ വഴി ഒരുക്കുന്നവന്റെ ശബ്ദമാവിതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം അതെടുത്തുകൊണ്ട് മത്തായി സുവിശേഷം, മാർക്കോസ് സുവിശേഷത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാ താഴ്വരയും തികന്നു വരണം, എല്ലാ മലയും കുന്ന് താഴ്ന്നു വരണം, വളഞ്ഞതും ചോക്കയും നേരെയാകണം. അവിടെയാണ് ക്രിസ്തു വെളിപ്പെടുന്നത്. ഞാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുവനിൽ അല്ലെങ്കിൽ ഒരുവളിൽ ഒരു വ്യക്തിയിൽ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ഈ താഴ്വരയുടെ അവസ്ഥകളൊക്കെയും ഉയർന്നു വരണം. എല്ലാ കുന്നുമലയും, അതായത് നമ്മുടെ പ്രൈഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചകൾ, താഴ്ചകൾ, കുടുംബപ്പാര്യം, മറ്റേതൊക്കെ ഇതൊക്കെയും ഫ്ലാറ്റ് ആകണം. താഴ്വരയിലേക്ക് പോകാതല്ല ഇതിനർത്ഥം. അതായത് ക്രിസ്തുവിന് വെളിപ്പെടാനായിട്ട് ഇതൊന്നിൻ്റെ ആവശ്യമില്ല. ഒരു എംപ്റ്റി വെസല്, ബാക്കി കാര്യം അവൻ ചെയ്യും. സ്തോത്രം. വളഞ്ഞ വക്രമായ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വക്രമായ സംസാരം, വക്രമായ ഹൃദയത്തിലൊന്നും വായയിൽ വയറൊന്നും, ഇതും ക്രിസ്തു വെളിപ്പെടുകയില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജ് ഒക്കെയും തന്നെ കുറച്ചൊക്കെ ലിങ്കായിട്ട് വരുന്നുണ്ട്. സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ എന്ന്. പ്യുവർ ഹാർട്ടിനകത്താണ്, അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിരിക്കുന്ന ഹൃദയത്തിലാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. അതുവരെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ വളവിന് യോഹന്നാൻ പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ടോ? യെസ്, പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പല പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആക്ച്വൽ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ ക്രിസ്തു ഒരുവരെ വെളിപ്പെടണമെങ്കിൽ യോഹന്നാൻ നിഴലായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഇസ്രായേലിനോട് സംസാരിക്കുന്നത് കേട്ടവരൊക്കെ അനേകരും കടന്നു വന്നു. യോർദാന്റെ ഇരിക്കരയിലൊക്കെ കടന്നു വന്ന് തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും മറ്റവരൊക്കെ വന്നപ്പോൾ സർപ്പസന്ധയെ വിളിച്ച് അവരെങ്ങ് മാറ്റി. ചിലരൊക്കെ ഉപദേശം കേട്ടു, ഞങ്ങൾ എന്ത് ചെയ്യണം. ടാക്സി പിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അധികമായിട്ടൊന്നും പിരിക്കല്ലേ. സോൾജേഴ്സ് വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ശമ്പളം മാത്രം മതി, കിമ്പളം വാങ്ങിക്കാൻ പോകല്ലേ. ഇതൊക്കെ വളഞ്ഞ വഴികളാ. ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ക്രിസ്തു വെളിപ്പെടുക. അതുവരെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിനെ ക്ലീൻ ആണെന്ന് കാണുമ്പോൾ, ഈ വളഞ്ഞതും വക്രമാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ചെന്ന് കാണുമ്പോൾ, ഈ താഴ്വരയുടെ അവസ്ഥ ഉയർന്നു വന്ന് ഈ കുന്നുമലയും, അതായത് പാരമ്പര്യം, കുടുംബ പാരമ്പര്യം, ഞാൻ, വ്യക്തിത്വം, എന്റെ ഇതൊക്കെ ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ലോർഡ് ഐ ആം ആൻ എംപ്റ്റി വെസൽ,
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പോള് പറഞ്ഞു. ഈ അവസ്ഥയിൽ വരുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ വഴിയൊരുക്കി അനേകരെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കി യോഹന്നാന്റെ മുമ്പില് ഈ യേശു തന്നെ വെളിപ്പെടുകയാണ്. അപ്പൊ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരുടെ മേൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപത്തിൽ വരുന്നു അവനായിരിക്കും മശിയ. അപ്പൊ യോഹന്നാന്റെ ഡ്യൂട്ടി എന്താണ്? ആരാണ് മശിയ എന്ന് ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുക്കുക. അത് അവന്റെ ഡ്യൂട്ടി. അടയാളം കൊടുത്തു. അപ്പൊ യോഹന്നാൻ എന്നോട് പറയാണ്, നിന്നാൽ സ്നാനം ഏൽക്കേണ്ടത് എനിക്ക് ആവശ്യം. അവിടെ പറയുന്ന വാക്കാണ് ഞാനവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഞാൻ മറ്റേ ഇപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളല്ല പറയാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് അത് മനസ്സിലാക്കണമെങ്കിൽ ഇത്ര നേരം ഞാൻ സംസാരിച്ച കാര്യങ്ങൾ ഹൃദയത്തിലൊന്ന് ഒരുങ്ങണം, അല്ലെങ്കിൽ വെറുതെ കഥ കേട്ടതുപോലെ പോകും. അവിടെ യേശു സ്നാനപ്പെട്ടത് നമുക്ക് സ്നാനത്തിനൊരു നിഴലല്ല. അനേകർ തെറ്റി പ്രസംഗിക്കാറുണ്ട്. യേശു സ്നാനപ്പെട്ടു, ഓ മഹാപുരോഹിതനായ മഹാ തിരുമേനിയായിരിക്കുന്ന യേശു സ്നാനപ്പെട്ടത് കൊണ്ട് ഏത് തിരുമേനി പോലും സ്നാനപ്പെടണം. നോ, യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് എന്താ? ഇങ്ങനെ, അതായത് ഞാനിവിടെ ക്രൂശിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണ്. താൻ മരിച്ച് അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യം സിംബോളിക്കായിട്ട് വെള്ളത്തിൽ മുങ്ങി, അതായത് ഒരു മനുഷ്യ ശരീരത്തെ കുഴിച്ചെടുത്തതുപോലെ വെള്ളത്തിൽ മുങ്ങി അവിടെ നിന്ന് കയറി വരുന്നു. അതായത് താൻ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിന് സിംബോളിക്കായിട്ട് നടക്കുമെന്ന കാര്യം. പക്ഷെ അത് സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇങ്ങനെ, അതായത് ഞാൻ ക്രൂശിൽ മരിക്കാൻ പോകുന്നത് മുഖാന്തരം ഡിവൈൻ ജസ്റ്റിസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണകൂടം മാനവജാതിയുടെ മേൽ വിധിച്ചിരിക്കുന്ന നിത്യമായ ശിക്ഷ എന്ന ആ ശിക്ഷയെ ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ ദൈവനീതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്, അതിനെ ഞാൻ നിവർത്തിക്കാൻ പോവുകയാണ്. എന്താ? മരണം എന്നത് എന്നിൽ നിവർത്തിക്കാൻ പോവുകയാണ്. ഇതിനെ സിംബോളിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ മലയാളത്തിൽ പറയുന്നത് പ്രതിനിധീകരിക്കുന്നതാണ് യേശുവിന്റെ സ്നാനം. യേശുവിന്റെ സ്നാനം നമുക്ക് ഏൽക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എന്ന വിശ്വാസിയുടെ സ്നാനം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. അങ്ങനെ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വന്ന് അവന്റെ മേൽ വസിക്കുന്നത്. അതേ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പലർക്കും ദൈവപുത്ര ദൈവമക്കളാണ്, എല്ലാവരും ദൈവമക്കളാണ്, ദൈവമക്കളാണെന്നൊരു ചിന്താഗതിയുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. പക്ഷേ പ്രിയ പുത്രൻ അല്ലെങ്കിൽ മകനാകണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേരുന്നതായ സ്നാന ശുശ്രൂഷ. അത് ഞാൻ എൻ്റെ സെൽഫ് മരിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ താഴ്വരയും നികന്നും എല്ലാ കുന്നും ഞാൻ എൻ്റെ തീരുമാനം ഇതൊക്കെ താഴ്ന്നു വരുന്ന ഫ്ലാറ്റ് ആകണം. ജീവിതത്തിൽ എവിടെയെങ്കിലും വക്രമാർഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും സ്ട്രേറ്റ് റോഡാക്കണം. അപ്പോൾ മാത്രമേ ക്രിസ്തു ഹൃദയത്തിൽ വെളിപ്പെടുകയുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ മരിച്ചു. ഇനി അടുത്ത പരിപാടി കുഴിച്ചിടില്ല. അതാണ് വിശ്വാസ സ്നാനത്തിൽ ഒരു വിശ്വാസി എന്റെ പാപത്തിന്റെ ശിക്ഷ എനിക്ക് പകരമായ ക്രിസ്തു ഏറ്റെടുത്തു. എനിക്ക് പകരമായിട്ട് ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള ശിക്ഷയെ അവന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിൽ ഏറ്റെടുത്ത് അവന്റെ ശരീരം ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും ഞാൻ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി എനിക്ക് പകരം മരണം അനുഭവിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്രയും വലിയ പ്രവൃത്തി ചെയ്ത ആ ക്രിസ്തുവിനോട് ചേരുവാൻ, എന്നെ രക്ഷിച്ചവനോട് ചേരുവാൻ തക്കവണ്ണം ഞാൻ എടുക്കുന്ന തീരുമാനത്തെ വെള്ളത്തിൽ പ്രതിനിധീകരിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ സ്നാനം. ആക്ച്വലി സ്നാന ശുശ്രൂഷയല്ല, അതിനെക്കുറിച്ചല്ല പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ സകല നീതിയും നിവർത്തിച്ചത്? അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അനേക വിശ്വാസികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായി തന്നെയും അവിടെ ജീവിതത്തിൽ അത് പ്രാഗൽഭ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം
വിശ്വാസം പെർഫെക്റ്റ് ആയിട്ടില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി യൂട്യൂബിൽ കേൾക്കുന്നവരായിക്കോട്ടെ, ശരിക്കും മനസ്സിലാക്കുക എന്താണ് സകല നീതിയും നിവർത്തിച്ചത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഈ നീതി, സകല നീതിയും എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നിവർത്തിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഡിവൈൻ ഗവൺമെന്റിന്റെ ഒരു ശിക്ഷയായിരുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ലോയുടെ, മനുഷ്യ ലോ ആയിക്കോട്ടെ, ഹ്യൂമൻ ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിവൈൻ ലോ ആയിക്കോട്ടെ, ലോയ്ക്ക് നിയമത്തിനൊരു നേച്ചറുണ്ട്. തെറ്റ് ചെയ്തവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. അനുസരിക്കുന്നവന് മാതൃകാപരമായിട്ട് രാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തിനും ഒത്തരവണ്ണം സംരക്ഷണവും അനുഗ്രഹങ്ങളും കൊടുക്കണം. ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ പറയുന്നത്, തെറ്റു ചെയ്യുന്നവനെ, അതായത് ആ രാജ്യത്തിന് നിയമത്തിന് ലംഘനം ചെയ്യുന്നവനെ മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. മറ്റൊരു നീതിയാണ്, രാജ്യത്തിന്റെ നിയമത്തെ അനുസരിക്കുന്നവന് രാജ്യത്തിന്റെ ശക്തിക്കും അധികാരത്തിനും ഒത്തവണ്ണം സംരക്ഷണവും അതുപോലെ പ്രതിഫലവും കൊടുക്കണം. മറ്റൊന്നാണ്, പൊതുജനത്തിന്റെ, രാജ്യത്തിലെ പ്രജകളുടെ ഇടയിൽ തെറ്റ് ചെയ്യുന്നവനെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മനോബോധം വരാതിരിക്കാൻ സൂക്ഷിക്കണം. അതിനെ പറഞ്ഞാണ് പബ്ലിക് ജസ്റ്റിസ്. ഹല്ലേലൂയ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്കും തെറ്റ് ചെയ്യാതിരിക്കത്തക്കവണ്ണം മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ദൈവം നടപ്പിലാക്കിയെടുക്കണം. ആരുടെ മേൽ നടപ്പിലാക്കും? ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ ഏകനിൽ നിന്ന് മാനവജാതി മുഴുവനും ഉളവാക്കി എന്നാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് 17:30. അപ്പോൾ ഈ മാനവജാതി ആദാമിന്റെ സന്തതിയിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പലവരും പല മതങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ യേശു അനുഭവിച്ചേക്കാൾ അധികമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ഈ സകല നീതി നിവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സകല നീതി നിവർത്തിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവം സർവാധികാരിയല്ലോ, ദൈവം ക്ഷമിച്ചാൽ ആരാ ചോദിക്കാൻ പോകുന്നത്? സാത്താൻ ചോദിക്കുമോ? നോ. പക്ഷെ ദൈവത്തിന്റെ ലോ അവനെ വിധിക്കും. ദൈവത്തോട് ലോ, അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ലോ തന്നെ അവനെ ശിക്ഷ വിധിക്കും. നീ കുറ്റക്കാരനാ, നിന്റെ വായിന്ന് പുറപ്പെട്ട വചനത്തിന് നീ മാറ്റം വരുത്തു. യു കനോട്ട് ബി ഗോഡ്. നിനക്ക് ദൈവമായിരിക്കാൻ സാധ്യമല്ല. ഞാൻ അത്ര കഠിനമായ വാക്കുകളല്ല പറയുന്നത്, വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നിവർത്തി, അതായത് ഈ ഡിവൈൻ ജസ്റ്റിസ്, ദൈവത്തിന്റെ ഭരണകൂടം ഡിമാൻഡ് ചെയ്യുന്ന ശിക്ഷ നടപ്പിലാക്കാതെ മാനവജാതിയോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഇതെല്ലാവരും ശരിക്കും മനസ്സിലാക്കിയിരിക്കണം, വിശ്വാസിയായാലും അവിശ്വാസിയായാലും. അതിനുവേണ്ടി ദൈവം ഒരുക്കിയതാണ് തന്റെ ഓമനപുത്രനെ, തന്റെ ഏകജാതനായവനെ, തന്നോടുകൂടെ സൃഷ്ടിപ്പിൽ ഉണ്ടായിരുന്നവനെ, അല്ലെങ്കിൽ നിയമദാതാവായ ദൈവം തന്നെ മനുഷ്യനായിട്ട്, മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് അവതരിക്കുന്നതാണ് ബെത്ലഹേമിൽ നടന്നത്. തന്റെ സൃഷ്ടിയാകുന്ന മറിയയുടെ ഉദരത്തിൽ പ്രവേശിച്ചുകൊണ്ട് മനുഷ്യനായിട്ട്, മനുഷ്യനെ പോലെ തന്നെ 10 മാസം ഗർഭത്തിൽ ആയിട്ട് അവതരിക്കുന്നതും 33 തിരുവയസ്സ് ഇവിടെ ആയിരിക്കുന്നതും, മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി അതേ സമയത്ത് തന്നെ പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവമായിട്ട് തന്നെ. ആ പൂർണ്ണ മനുഷ്യത്വത്തില് മാനവജാതിയുടെ മേലുള്ള പാപത്തിന് ശിക്ഷയെ തന്നെ മേൽ ഏറ്റെടുത്തുകൊണ്ട് താൻ മരിക്കും, പകരക്കാരനായി തീരുമെന്ന് അറിഞ്ഞ് യോഹന്നാനാണ് കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ താൻ വെള്ളത്തിൽ സാക്ഷീകരിച്ചതായ കാര്യം കാൽവരിയുടെ ക്രൂശില് നടക്കാൻ പോവുകയാണ്. ആ കയ്യഫാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവസ്ഥ വിധി നടക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു തന്നെയാണെന്ന് ആണയിട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് മലയാളത്തിൽ ഞാനാകുന്നു, മനുഷ്യപുത്രൻ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞപ്പോൾ മഹാപുരുത് വസ്ത്രം കീറുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. 110 സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. യഹൂദന്മാർക്ക്, മഹാപുരുതന്മാർ എല്ലാവർക്കും അറിയുന്നതാണ്.
ദാനിയേൽ പ്രവചന പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ പറഞ്ഞതാണ്, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോട് വരുന്നത് കൊണ്ട് അവരാണ് ഈ നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം കൊടുക്കാൻ പോകുന്നത്, അവരാണ് നശിച്ചു പോകാത്ത രാജ്യത്തെ കൊടുക്കാൻ പോകുന്നത്, അവനും അവരോട് കൂടെ പ്രജകൾക്കും. ഇത് കേട്ടപ്പോ ഈ തച്ചനായിരിക്കുന്ന ഈ ആശാരി ചെറുക്കൻ വന്നിട്ട്, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആശാരി ചെറുക്കൻ വന്ന് പറയാണ്, നിങ്ങൾ കാത്തിരിക്കുന്ന മഷിക ഞാനാണ്, മഹിയുടെ വലത്ത് കാത്തിരിക്കുന്ന ഞാനാണ് ഈ ആകാശമേഘങ്ങളോട് കടന്നു വരാൻ പോകുന്നത്. ആരാ ഇത്? ഇതാണ് മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയെന്ന് പറഞ്ഞത്. അതാരാത്? യാഹ്വേ. പുറപ്പാട് 3:15 ചോദിക്കുമ്പോൾ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നതാണ് യാഹ്വേ, യഹോവ. അതിന് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ട്രാൻസ്ലേറ്റേഴ്സ്, അത് പണ്ഡിതന്മാർ, ജൂസിന്റെ പണ്ഡിതന്മാര് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ഇംഗ്ലീഷിൽ LORD എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററിലാക്കി ഇംഗ്ലീഷിലെ ഇത് കേട്ടാൻ പറ്റും. അതിനെ മലയാളത്തിൽ എഴുതി I am എന്നാക്കി. ട്രാൻസ്ലേഷൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനേക വിപത്തുകൾ സംഭവിച്ചു. അപ്പൊ മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായിരിക്കാൻ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയെന്ന് പറഞ്ഞ അവൻ തന്നെയാണ് അനേക സ്ഥലങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മഹാപുരോഹിതൻ കയ്യാഫാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്, താൻ ജലത്തിൽ സാക്ഷീകരിച്ച കാര്യം അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കണം എന്നുള്ള ഹൃദയ നിഷ്ഠയോടുകൂടെ തന്നെയാണ് അവൻ കയ്യാഫാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കയ്യാഫാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ശരിക്കും ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്നാൽ നിങ്ങൾക്ക് ഈ പ്രസംഗം കൊണ്ട് ഗുണമുള്ളൂ. ഈ കയ്യാഫാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്, യെസ് ഐ ആം, ഞാൻ തന്നെയാണ്, ഞാൻ വെള്ളത്തിൽ സാക്ഷീകരിച്ച കാര്യം സകല നീതി നിവർത്തിക്കത്തക്കവണ്ണമാണ് ഞാൻ നിൽക്കുന്നത്. ഐ ആം. മഹാപുരുതം വസ്ത്രങ്കേരി കാര്യങ്ങളൊക്കെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഗസമനി തുടർന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അവസാനം ക്രൂശിൽ കിടക്കുമ്പോൾ സ്തോത്രം, ഒരു ശബ്ദം കേൾക്കുകയാണ്, സകല നിവൃത്തിയായി. എന്താ? സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞാൽ അവന്റെ ഇടയ്ക്ക് അവന്റെ പ്രാണനും ആത്മാ പാതാളത്തിൽ പോവുകയും ശിക്ഷ അനുഭവിക്കുകയും തിരിച്ചു വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു. സകലതും നിവർത്തിയായി. എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, നിന്റെ പാപത്തിന്റെ ശിക്ഷ നിന്റെ സൃഷ്ടിതാവായ നിന്റേത് മാത്രമല്ല, ഈ സകല ചരാചരത്തിന്റെ സൃഷ്ടിതാവ് പരിപാലകനുമായിരിക്കുന്ന ദൈവമായിരിക്കുന്നവർ തന്നെ നിന്നെ പോലെയുള്ള ശരീരം പ്രാണൻ ആത്മാവ് ഏറ്റെടുത്ത് നിന്റെ പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് നിന്റെ അകൃത്യ നിമിത്തം ദൈവനീതി നിന്റെ മുമ്പിൽ നിന്റെ മേൽ വിധിച്ചിരുന്ന ശിക്ഷയെ ഇളവ് ചെയ്യുവത്തക്കണം, മായ്ച്ചു കളയുവത്തക്കണം, മറയ്ക്കുവത്തക്കണം, ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് തന്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് നിനക്ക് പകരക്കാരനായി തീർന്നു. അവനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. മരണപാശങ്ങൾ അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:24. എന്നിട്ട് പറയാണ്, ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. ഇത്രയും നിങ്ങൾ പറയും, ഞങ്ങളും വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലും പ്രാപിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞ്? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വിശ്വാസമില്ലയോ? വിശ്വാസത്തിന് അനുസരണം നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ രക്ഷിച്ച ക്രിസ്തുവിനോട് ചേരുന്ന സ്നാന ശുശ്രൂഷയ്ക്ക് നിന്റെ ഹൃദയത്തിൽ തടസ്സമിടുന്നത് നീയല്ല, ശത്രുവാണ്. നിന്നെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശത്രു. ഡിവൈൻ ജസ്റ്റിസിന് പൂര സാറ്റിസ്ഫാക്ഷൻ, ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരത്തക്കവണ്ണം ദൈവിക ഭരണകൂടം നിന്റെ മേലുള്ള ശിക്ഷയെ ഇളവ് ചെയ്യത്തക്കവണ്ണം, മറയ്ക്കുവാൻ മായ്ച്ചു കളയത്തക്കവണ്ണം ദൈവം തന്നെ നിന്നെ പോലെ ശരീര പ്രാണൻ ആത്മാവിനെ ഏറ്റെടുത്ത് ഉള്ളവരായിട്ട് അവതരിച്ച് ആ ശിക്ഷകൾ ഏറ്റെടുത്ത് നിനക്ക് പകരക്കാരനായി. ഇനി ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷനാ.
ഞാൻ അതിന്റെ പറഞ്ഞ് ദൈവിക ഭരണകൂടത്തിന്റെ നീതിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അനുസരിക്കുന്നവന് രാജ്യത്തിന്റെ ശക്തിക്കും പ്രതാപത്തിനൊത്തവണ്ണം സംരക്ഷണം അനുഗ്രഹങ്ങൾ കൊടുക്കുകയും അനുസരണ കേടിക്കുന്നവനെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. നിന്നെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് നിന്റെ മേലുള്ള ദൈവക്രോധത്തിന്റെ അഗ്നി തന്റെ പുത്രന്റെ മേൽ പകർന്നുകൊണ്ട് നിന്നെ സ്വതന്ത്രമാക്കിയിട്ട് പറയുകയാണ്, കുഞ്ഞേ, യു ആർ ഫ്രീ നൗ. ബട്ട് ഒന്നുണ്ട്, ജസ്റ്റ് ബിലീവ് ഇൻ ഹിം. പിന്നെ നിനക്ക് കിട്ടാൻ, നീ വിശ്വസിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് യേശു ക്രിസ്തുവിന് കിട്ടുന്ന സംരക്ഷണവും അനുഗ്രഹവുമാണ്. എന്തുകൊണ്ടാ? അവൻ അനുസരിച്ചതുകൊണ്ട്. നിനക്ക് പകരമായിട്ടല്ല അനുസരിച്ചത്. അവൻ ദൈവമായിരിക്കുന്നിടത്തോളം പൂർണ്ണ മനുഷ്യനായിരിക്കുള്ളൂ. തന്റെ നിലനിൽപ്പിന് വേണ്ടി താൻ തന്നെ അനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അവൻ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് ദൈവിക ഭരണകൂടം അവൻ മരിക്കാൻ അനുവദിക്കാൻ പാടില്ല. എന്നാൽ അവൻ ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്തോളം, സ്വതന്ത്ര മനസ്സിന് ഉടമയായിരിക്കുന്നിടത്തോളം, നമ്മെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ളവനായിരിക്കുന്നിടത്തോളം നിന്റെ പാപത്തിന്റെ ശിക്ഷ സ്വമേധയെ അവന് വേണമെങ്കിൽ ഏറ്റെടുക്കാം. യെശയ്യാപ്രവചനം 53 അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ ഇനി ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8:3 വായിക്കും. ഒന്നുകൂടി പറയുന്നതാണ്, ഹല്ലേലൂയ, ഈ ക്രിസ്തു യേശുള്ളവന് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടാ 2 കൊരിന്ത്യർ 5:21 പറയുന്നത്? പാപം അറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്. ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയാകയില്ല. വീട് പറയുന്നു, നാം ക്രിസ്തുവിൽ, അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ക്രിസ്തുവിലാണെങ്കിൽ മാത്രമേ നിന്റെ ശിക്ഷയ്ക്ക് മറയുന്നുള്ളൂ, ഇളവ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നിന്റെ മേൽ വസിക്കുന്നത് ദൈവക്രോധമാണ്. പലരും ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തേക്ക് അടുക്കാമെന്ന് ചിന്തിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തിന്റെ അടുത്തേക്ക് നടന്ന ദൈവത്തിന്റെ ക്രോധമേ, പുത്രന്റെ മേൽ വീണ ക്രോധമാണ് നിന്റെ മേൽ വീഴുന്നത്. പക്ഷെ നീ മനുഷ്യനായിരിക്കുന്നിടത്തോളം, അവൻ ദൈവമായിരിക്കുന്നിടത്തോളം അവന്റെ ദീർഘക്ഷമ കൊണ്ട് നിനക്ക് അവസരങ്ങൾക്ക് പുറകെ അവസരങ്ങൾ തരുന്നു മാത്രം. ഇത് വിശ്വാസത്തിൽ മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പറഞ്ഞതായിരിക്കും. എന്നാൽ വിശ്വാസിയായി നിങ്ങളോട് പറയുവാനുള്ളത്, നീ സർവനീതി നിവർത്തിച്ചവനായി ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പക്ഷേങ്കിൽ ഇപ്പോൾ ഭയമായിരിക്കുന്നത്, ചെറിയൊരു വിഷയം വരുമ്പോ ഭയമാണ്. എന്തുകൊണ്ടാ? നിന്റെ വിശ്വാസത്തിന്റെ ബലഹീനത. അവിടെയാണ് നിനക്ക് നിന്നെ തന്നെ വെളിപ്പെടുന്നത്. നിന്റെ മേൽ ദൈവിക ഭരണകൂടം വിധിച്ച ശിക്ഷ ഒരുവൻ ഏറ്റെടുത്ത് നിനക്ക് പകരക്കാരനായി തീർന്നു. ദൈവ നീതിയായി സാറ്റിസ്ഫൈഡ് ആയി അവനെ മരിച്ചയുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അംഗീകരിച്ചു. നിന്നോട് സിമ്പിളായിട്ട് പറയുന്നു, ജസ്റ്റ് ബിലീവ് ഇൻ ഹിം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്നെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ട ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമൻസ് 3:24-25. ഇതെല്ലാം പറഞ്ഞിട്ടും ചരിത്രപരമായ വിശ്വാസത്തിൽ എത്തിയിട്ടുള്ളൂ. അതിനെ പറയുന്നതാണ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്. അത് സേവിങ് ഫെയ്ത്ത് അല്ല. അത് നിനക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ഇന്റലക്ച്വൽ ഫെയ്ത്തിലാണോ സേവിങ് ഫെയ്ത്തിലാണെന്ന്? ട്രയൽസ് വരുമ്പോൾ അറിയാം നീ ആരിലാണ് ആശ്രയിച്ചത്. നീ നിന്നിൽ തന്നിലാണോ, അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിലാണോ, അല്ലെങ്കിൽ വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന പേഴ്സണിലാണോ ആശ്രയിച്ചിരിക്കുന്നത്? നീ ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിലാണ് ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ ബലഹീനത കവിയുന്ന അവന്റെ കൃപ മതി. എന്തൊരു വിഷയമായിക്കോട്ടെ. ബിക്കോസ് ഡിവൈൻ ജസ്റ്റിസ് ക്രിസ്തുവിന് കിട്ടേണ്ട സംരക്ഷണവും അവകാശവുമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് കൊടുക്കേണ്ടത്. ഞാനിത് വെറുതെ പറയുന്നില്ല, അനുഭവിച്ചിട്ടാ പറയുന്നത്. ഞാൻ മെസ്സേജ് അത് നീട്ടുന്നില്ല. എന്താണ് ഈ സർവനീതിയും എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സർവനീതി നിവർത്തിച്ചത്? എവിടെയാണ് നിവർത്തിച്ചത്? എന്തുകൊണ്ടാണ് നിവർത്തിക്കേണ്ട ആവശ്യകത വന്നത്? അങ്ങനെ നിവർത്തിച്ച ഒരുവിൽ വിശ്വസിക്കുന്നവര്, ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങള്, ഗുണങ്ങൾ എന്താണ്? ഇതിന്റെ ചെറിയൊരു ഐഡിയ മാത്രം ഞാൻ തന്നുള്ളൂ. വലിയ മാസങ്ങളും പ്രസംഗിക്കേണ്ട പ്രസംഗങ്ങൾ, ലോങ് ആയിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലിട്ട് ആർക്കും കേൾക്കണ്ട. ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്നത് പാസ്റ്റർ, ഇതൊക്കെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളത്, പാസ്റ്റർ തന്നെ എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. നിങ്ങളുടെ ബലഹീനത മനസ്സിലാകുമ്പോൾ, കർത്താവ് എനിക്ക് ഇത്രത്തോളം
എൻ്റെ വിശ്വാസം, ശിഷ്യന്മാർ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക. അവർ ശാസിച്ചോ? അവർ ശാസിച്ചില്ല. കർത്താൻ അറിയാമായിരുന്നു. എമ്മാവൂസിലേക്ക് പോയവരെ മടക്കി അവർക്ക് അറിയാമായിരുന്നു എന്താ അവരെ ബലിക്കുന്നത്. തോമസ്, ഞാൻ വിരലിട്ടല്ലാതെ കൈയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. അവന് കൈയിടേണ്ടേ വന്ന ക്രിസ്തു അവൻ്റെ അടുത്തൊന്ന് വന്നുള്ളൂ. അവൻ്റെ ആ ഡിവൈൻ പവർ അവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ചാർജ് ചെയ്തു. നമ്മുടെ ഭാഷ പറയാണ്, അല്ലെങ്കിൽ റിവീൽ ചെയ്തു. ഡിവൈൻ ലാംഗ്വേജിൽ പറഞ്ഞാൽ റിവീൽ ചെയ്തു, വെളിപ്പെടുത്തിയതും തോമസ് പറഞ്ഞെന്താ? എൻ്റെ ദൈവമേ എൻ്റെ കർത്താവുമായുള്ളവെന്ന്. കൈയിടേണ്ടി വന്നില്ല, വിരലിടേണ്ടി വന്നില്ല. നമുക്ക് വേണ്ടത് ഉയർത്തെന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലാണ് വേണ്ടത്. ഇതാ മന്ന ഭക്ഷിക്കുക എന്ന് പറയുന്നത്. ഞാൻ ആരും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഇതാണ് യഥാർത്ഥ സുവിശേഷം. ഇതിൻ്റെ ശക്തി ഒരു പ്രാവശ്യം കർത്താവ് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും അനുഭവിച്ചറിയണം. ഇങ്ങോട്ടൊന്ന് കുറേ നാളല്ലേ ഇത് പ്രസംഗിക്കുന്നത്. എനിക്ക് ഒരു പ്രാവശ്യങ്ങളൊക്കെ അനുഭവിച്ചത്. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുള്ളവരാ, പക്ഷെ നിങ്ങൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് സർവ്വനീതി നിവർത്തിച്ചത്? കൊരിന്ത്യർ ലേഖനത്തിൽ പൗൽ പറയുന്നത്, അവരിൽ നിന്ന്, അത് ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും അത് വീണ്ടെടുപ്പുമായി തീർന്നു. ക്രൈസ്റ്റ് ഹിംസെൽഫ് അവർ റൈഷ്യസ്നെസ്. ക്രിസ്തു തന്നെ നമ്മുടെ നീതീകരണമാണ്. ക്രിസ്തു തന്നെ നമ്മുടെ നീതിയാണ്. ക്രിസ്തുവിന് വിശ്വസിച്ച് അവനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു എന്ന പേഴ്സൺ തന്നെയാണ് നീതി. Then who can condemn? ലോക മനുഷ്യന് നിന്നെ ചീത്ത തെറിയും എല്ലാം വിളിക്കാം. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്, എന്നെ നീതീകരിക്കുന്നവൻ എൻ്റെ വലതുഭാഗത്തുണ്ട്. ലോക മനുഷ്യന് ക്രിസ്തുവിനെ കൊടുത്തതുപോലെ അതിനേക്കാളും വലിയ നിന്നെ നിനക്ക് തരുവുള്ളൂ. പക്ഷെ നിന്നെ നീതീകരിക്കുന്നവൻ, യേശു വിശ്വസിക്കുന്നവൻ, നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരെല്ലാം എന്തെല്ലാം ചപ്പൻ ചവർ നിന്റെ തലയിൽ കൊണ്ടുപോയിട്ടോട്ടെ. ഡോൺ വറി. ദുഷ്ടാത്മാക്കൾ തലമണ്ണം പോയ്ക്കത്തക്കവണ്ണം വാദവിവാദങ്ങൾ നടത്തിക്കൊണ്ട് ഡോൺ വറി. നിന്നെ നീതീകരിക്കുന്നവൻ നിന്റെ വലത്തുഭാഗത്തുണ്ട്. അവൻ കൈവിടുന്നവനല്ല. ബലം പ്രാപിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു തന്നെ എൻ്റെ നീതീകരണം, സർവനീതി. ക്രിസ്തു തന്നെ എൻ്റെ സർവനീതിയാണ്. ദുഷ്ടാത്മ ലോകത്തിനകത്ത് സേട്ടാനാവട്ടെ, ഡിവൈൻ ജസ്റ്റിസ് പോലും നിന്നെ കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നത് പോലെയാണ്. ദൈവമക്കത്തെ ധൈര്യപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ സ്വർഗീയ പിതാവ്, ഈ വചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മായ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഇപ്പോഴും കർത്താവിൻ്റെ യൂട്യൂബിൽ കേൾക്കുന്നവരിടപെടുമാറാൻ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മനസ്സിലാകാതെ വിശ്വാസമായി പരിണമിക്കാതെ വണ്ണം എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ കർത്താവ് ആടിപ്പോകുന്നു. നിന്റെ കൃപ മതി കർത്താവ്. നീ തന്നെ ഞങ്ങളുടെ സർവ്വനീതിയുമാണ്. നീ തന്നെ ഞങ്ങളുടെ സർവ്വനീതിയുമാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ കൃപ കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.